ഇപ്പോൾ കമൽ ആ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കമൽ, ഏറ്റവും പുതിയ വിവരം, സംഭവ സ്ഥലത്തെ നിലവിലെ സാഹചര്യം എന്താണ്? സേതു, ഇവിടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ആന വന്നത് ഈ റോഡ് വഴി കയറി വരികയായിരുന്നു. ആന വരുമ്പോൾ ഈ റോഡിൽ നിന്നാണ് അജിയെ ആന ഓടിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓടി വന്ന് അജി ഈ സ്റ്റെപ്പ് വഴി ഗേറ്റ് ചാടിക്കടന്ന് ആണ് പോയത്. ഇത് ആന ഈ മതിലൊക്കെ ചവിട്ടി സ്റ്റെപ്പ് വഴി ആന കയറിയതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ സ്റ്റെപ്പൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഈ ഗേറ്റ് തകർത്ത് ആന ഈ മുറ്റത്തേക്ക് എത്തുന്നത്. ഈ മുറ്റത്ത് വെച്ചാണ് ആന ആക്രമിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ മുറ്റത്ത് വെച്ച് ആണ് സംഭവം ഉണ്ടായത്. ഇവിടെ മതിൽ പൊളിച്ച് ആന ഇങ്ങോട്ട് എറിഞ്ഞു എന്നാണ് പറയുന്നത് സേതു. ആളുകൾ, നമുക്ക് അവരുടെ പ്രതികരണം എടുക്കാം. ഇത് ഈ പ്രദേശത്ത് ആന ഇറങ്ങി നിങ്ങൾ അറിഞ്ഞിരുന്നു? അങ്ങനെ ഒരു മുൻകരുതൽ ഉണ്ടായിരുന്നു? ഇല്ല, ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മുൻകരുതൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അല്ലില്ല, ഈ ഭാഗത്തേക്ക് ഒരു മുൻകരുതലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രാവിലെ സാധാരണ പോലെ വീണ് എണീറ്റ് വന്നപ്പോൾ ആന പൊളിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലുണ്ടായിരുന്ന ചേട്ടനാണ് ചാടിക്കടന്ന് ഇങ്ങോട്ടേക്ക് ഓടിയത്. ഈ അജയുടെ ഓടി കയറിയായിരുന്നു അവിടെ? ഓടി കയറിയാണ്. റോഡിൽ സൈഡിൽ നിന്ന ആളാണ്. ആന വന്നപ്പോൾ അയാൾ നേരെ ഓടി ഇപ്പുറത്തേക്ക് കിടന്നു. ഗേറ്റ് തുറക്കാൻ ഞങ്ങൾ നോക്കി, കഴിയാത്തതുകൊണ്ട് അയാൾ ഗേറ്റിൻ്റെ മേളിൽ കൂടി തന്നെ ചാടി ഇപ്പുറത്തേക്ക്. അതെ അതെ അതെ, മുന്നിൽ തന്നെ ഇറങ്ങി. ഇവിടേക്ക് ആൾ വീണപാടെ ഒന്നും കൂടെ എണീക്കാൻ നോക്കിയപ്പോൾ ആന ചവിട്ടി. ഈ സൈഡിലേക്കാണ് കുറച്ച് ഏരിയ ഉണ്ടായിരുന്നത്. അപ്പോൾ ആന എന്തൊക്കെയാണ് പുറകെ പോയി അയാളെ ചവിട്ടായിരുന്നു. അത് തന്നെ ആ സ്റ്റെപ്പ് കൂടെ തന്നെ മേളിലേക്ക് കയറിപ്പോയി. ഈ സംഭവം കണ്ടു നിന്ന ആളാണ്. പേരെന്തായിരുന്നു? ജോമോൻ. ജോമോന്റെ വീടാണ് അല്ലത്? ഈ ജോമോനാണ് ഈ വീട്ടുടമസ്ഥനാണ് പറഞ്ഞത്. ഈ റോഡ് അരികിൽ നിൽക്കുകയായിരുന്നു ഈ അജി എന്ന് പറയുന്ന ചേട്ടൻ. അദ്ദേഹം ആന വന്നപ്പോൾ ഓടിക്കയറി. ഗേറ്റ് തുറക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അങ്ങനെ ഗേറ്റ് ചാടിക്കടന്നു. ഗേറ്റ് ചാടിക്കടന്നപ്പോഴേക്കും ആന ഗേറ്റ് തകർന്ന് ഈ ഭാഗത്തേക്ക് എത്തി. ഗേറ്റ് തകർത്ത് ഈ ഭാഗത്തേക്ക് എത്തി. ഈ മുറ്റത്ത് വെച്ച് ഓടിച്ചു. ആ മതിൽ തകർത്ത് നമ്മൾ നേരത്തെ കണ്ട ഈ ദൃശ്യങ്ങൾ കാണാം. ഗേറ്റ് തകർത്ത ദൃശ്യങ്ങളൊക്കെ കാണാം. ഈ മതിലടക്കം പൊളിഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ ആണ് മൃതദേഹം ഇപ്പോഴും ഉള്ളത്. എന്താണെങ്കിലും ഇവിടെ ആളുകൾ എല്ലാവരും ഉണ്ട്. അതിദാരുണമായ സംഭവം ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. ആ ദൃശ്യങ്ങൾ നമുക്ക് ഒരു തവണ കണ്ടാൽ വീണ്ടും ഒരു തവണ കൂടി നോക്കാൻ കഴിയാത്തത്രയും ഇതായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഈ ഭാഗത്ത് ആന വന്നു എന്നുള്ള നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ, അല്ലെങ്കിൽ ഇത് ആനേനെ കണ്ട ആൾക്കാരോ ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ആന എപ്പോഴാണ് പുലർച്ചെ ആന വന്നു എപ്പോഴാണ് അറിഞ്ഞത്? താഴെ സൈഡിൽ വന്നിട്ട് പിന്നെ ആന അതിലെ കയറിയിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും മുറ്റത്ത് നിൽക്കുക. ആന ഇതിലെ പാഞ്ഞ് കയറിയിട്ട് അവൻ അങ്ങോട്ട് ഓടി, ഞങ്ങൾ ഇങ്ങോട്ട് ഓടി. അവൻ്റെ പുറകെ ആന ഓടി. അപ്പോൾ ഈ പുറത്തുനിന്ന് ഗേറ്റ് ചാടിക്കടന്നു അല്ലല്ല, എല്ലാവരും ഇവിടെ അല്ല. അത് ഇതിലെ കയറി വന്നു. ആന താഴെ നിൽക്കുമ്പോൾ ഇതിൽ കയറി വന്നെ. അതിന് പിന്നാലെ ആന ഗേറ്റ് പൊളിച്ചു വന്നു. ഈ സംഭവം കണ്ട ആളുകളൊക്കെയാണ് നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. ഇപ്പോഴും ആന ജനവാസ മേഖലയിൽ ഉണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. ആനയുടെ ലൊക്കേഷൻ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഈ സ്റ്റെപ്പ് വഴിയാണ് ആന ഈ അജി എന്ന് പറയുന്ന ആ ചേട്ടനെ പിന്തുടർന്ന് ആ വീട്ടിലേക്ക് ഓടിക്കയറിയത്. അത്രയും കലിപൂണ്ട ഒരു കാട്ടുകൊമ്പനാണ് ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച് ആ ജനവാസ മേഖലയിൽ കറങ്ങി നടന്ന ഒരാളുടെ ജീവൻ എടുത്തത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ ആ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്, അല്ലേ? ആ ഉദ്യോഗസ്ഥർ ആനയുടെ പിന്നാലെ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ ഇവിടെ എത്തിയിട്ടില്ല എന്ന ആളുകൾ പറയുന്നു. പക്ഷേ ഞാനും ഈ സ്റ്റെപ്പിൻ്റെ കാര്യം തന്നെയാണ് ഞാനും ആലോചിച്ചത്. ഞാനിവിടെ എത്തിയപ്പോൾ ആദ്യം ഇവിടുത്തെ ആളുകളോട് ചോദിച്ചത് അത് തന്നെയാണ്. ഈ സ്റ്റെപ്പിലൂടെയാണോ ആന കയറിയത് എന്നാണ്. താരതമ്യേന ചെറിയൊരു സ്റ്റെപ്പ്. ഈ വീട്ടുമുറ്റത്തേക്ക് വണ്ടി കയറാൻ മറ്റൊരു ഗേറ്റ് ഉണ്ട്. ഇത് റോഡിൽ നിന്ന് ആളുകൾക്ക് നടന്ന് കയറി വരാനുള്ള ഒരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പ് വഴി കയറി ചെറിയ ഗേറ്റ് പൊളിച്ചാണ് ആ വലിയ ആനയ്ക്ക് കടക്കാനുള്ളൊരു വഴിയുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ പോലും കണ്ടാൽ സംശയം തോന്നും. പക്ഷേ അതിലെയാണ് ആന കയറി വന്നത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് CCTV-യിൽ. എന്തായാലും അതിലെ കയറി വന്നു. അപ്പോൾ അത് ആക്രമണം, അതിൽ യാതൊരു സംശയവുമില്ല. ഒരാളെ പിന്തുടർന്ന് തന്നെയാണ് ആന വന്നത്. അല്ലാതെ ചിലപ്പോൾ സാധാരണ ആന പോകുന്ന വഴിയിൽ ആളെ ആക്രമിച്ചു എന്നൊക്കെ പറയാം. ഇതങ്ങനെയല്ല. ആളെ കണ്ട് ആളെ പിന്തുടർന്ന് ഗേറ്റ് തകർത്ത് വന്നാണ് ആന ആക്രമിച്ചിരിക്കുന്നത്. അത് വളരെ ദാരുണമായ ഒരു സംഭവമെന്ന് ഈ സമയത്ത് പറയാനാവുകയുള്ളൂ. ഇത് പൂർണ്ണമായും ജനവാസ മേഖലയാണ്. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. 1 കിലോമീറ്റർ
അകലെ ഫോറസ്റ്റ് ഉണ്ട്, പക്ഷേ നിരന്തരമായി വന്യമൃഗങ്ങൾ അങ്ങനെ ഇറങ്ങുന്ന ഒരു മേഖലയോ ഒന്നുമല്ല. പൂർണ്ണമായും ജനവാസ മേഖലയാണ്. അവിടെയാണ് ഇത്തരത്തിൽ പുലർച്ചെ ഒരു അപകടം, ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ അജി ജോലിക്കാരെ വിളിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ചേട്ടൻ്റെ വീട് എവിടെയാണെന്ന് അറിയോ? അതിനെക്കുറിച്ച് അറിയാൻ ആരെങ്കിലും ഉണ്ടോ? ജോലി ഈ എവിടെയാണ് വീട് അദ്ദേഹത്തിൻ്റെ? ഇവിടുന്ന് ഒരു 200 മീറ്റർ മാറിയിട്ടാണ് പുള്ളീൻ്റെ വീട് വരുന്നത്. കുടുംബത്തിൻ്റെ ഒരു അദ്ദേഹം എന്ത് ജോലി ചെയ്യുന്ന ആളാണെന്ന് അറിയാമോ? പുള്ളി കൃഷിക്കാരനാണ്. പുള്ളി രാവിലെ തൊഴിലാളികളെ വീട്ടിലേക്ക് പണിക്ക് വിളിക്കാൻ വേണ്ടി പോയതാണെന്നാണ് പറയുന്നത് കേട്ടത്. കുടുംബമൊക്കെ ആശുപത്രിയിലേക്ക് പോയിണ്ടാവും, ബന്ധുക്കളൊക്കെ? ഞാനൊന്നും അറിയില്ല. മാനന്തവാടി ഹോസ്പിറ്റലാണ് ഉള്ളതെന്ന് അറിയാം. ഫോറസ്റ്റ് ഇതുവരെ മുന്നറിയിപ്പ് കൊടുത്തില്ല. ഇന്നലെ ഇവിടെ ഉത്സവം ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് മുന്നറിയിപ്പ് ഇതുവരെ ഈ സമയം വരെ വന്നിട്ടില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഭാഗത്ത് എത്തിയിട്ടില്ല. അവർ മുന്നറിയിപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇന്നലെ വന്ന ആനയെന്ന് പറയുന്നത്, പക്ഷേ ഈ ആന ഇവിടെ വരുന്നത് ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു മുന്നറിയിപ്പ് വരെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ജനങ്ങൾക്ക് നൽകിയിട്ടില്ല. അതിന് ഭയങ്കര പോരായ്മയുണ്ട്. അതാണ് ആളുകളുടെ പ്രധാന പരാതി. ആന ഇറങ്ങിയെന്ന് അറിഞ്ഞിട്ടും പുലർച്ചെ മുതൽ ഒരു 1:30 മുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയുടെ പുറകെ ഉണ്ട് എന്ന് നമുക്ക് വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ഒരു മുന്നറിയിപ്പ് ഇവിടുത്തെ ആളുകൾക്ക് നൽകുന്നതിൽ ഈ ഭാഗത്തേക്ക് ആന വരുന്നു എന്നത്